വാട്ട് ഇസ് സെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ യു ക്യാൻ ആസ്ക് ഫോർ ദ ഹെൽപ്പ്. സെക്ഷലി അബ്യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അത് ആ ഒരു തിരിച്ചറിവ് ഏത് പ്രായത്തിലാണ് നമ്മൾ പാരന്റ്സ് ഏർലി തന്നെ കൊടുത്തു തുടങ്ങും. ലിപ്പ് പോലെ അങ്ങനെ തന്നെ ഓർഗൻസ് ആണ് താഴെ ഉള്ളതെന്നും കൂടെ വൾവ വജൈന എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സേഫ്റ്റി നമുക്ക് ആ ഒരു എന്താ പറയുക റിലേഷൻ ഉണ്ടാക്കണം. ആസ് എ പീഡിയാട്രീഷ്യൻ ഐ ഓൾവേസ് കൺസേൺ അബൌട്ട് ദ 0 to 3 years. അപ്പോൾ ആ 0 to 3 years നമുക്ക് കൊടുക്കാവുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം ദ ഹോം. ഫിസിക്കൽ അബ്യൂസിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഈ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പം സെക്ഷുവലി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സെക്ഷുവലി അബ്യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അത് ആ ഒരു തിരിച്ചറിവ് ഏത് പ്രായത്തിലാണ് നമ്മൾ പാരന്റ്സ് കൊടുക്കേണ്ടത്? ബേസിക്കലി ഏർലി തന്നെ കൊടുത്തു തുടങ്ങണം. സി ഇറ്റ്സ് നോട്ട് അബൌട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കയറി അയ്യോ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവാൻ പാടില്ല. ബേസിക് തിങ് വൺ തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് കുട്ടികൾ ദേ വിൽ ഗെറ്റ് ടു നോ എവ്രിതിങ്. നമ്മൾ ചിലപ്പോൾ പറയാതെ തന്നെ ഔട്ട്സൈഡിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏർലി ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ 2 to 3 അല്ലെങ്കിൽ 3 to 5 years ഉള്ള കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ബോഡി പാർട്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വാട്ട് ഈസ് ദെയർ പ്രൈവസി, വാട്ട് ഈസ് ടു ബി കവേർഡ്. അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 5 to 6, 7 ഒക്കെ ആകുമ്പോഴത്തേക്കും ഗുഡ് ടച്ച് ബാഡ് ഇനീഷ്യലി മുതലേ നമുക്ക് പറയാം വാട്ട് ഈസ് ഗുഡ് ടച്ച്, വാട്ട് ഈസ് ബാഡ് ടച്ച്, എപ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നിനക്ക് തോന്നുക, അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണം, കംഫർട്ടബിൾ ആയിട്ട് വന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറയാൻ കുട്ടിക്ക് ഒരു തോന്നലും വേണം. മനസ്സിലായി? പാരന്റ്സ് സമയം കണ്ടെത്തണം. അപ്പോൾ പാരന്റ്സിന് ചിലപ്പം അധികവും ആളുകൾക്ക് മടിയായിരിക്കും ഇതൊക്കെ പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മൂന്നാമതൊരു സഹായം, അതായത് എങ്ങനെ ഇതിനെപ്പറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് അറിയില്ലാത്ത കുറേ പേരൻസ് ഉണ്ട്. ഈവൻ ഓൾ ഓഫ് എ സഡൻ ദേ കം ടു ആസ്കിങ് വാട്ട് ഇസ് സെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ യു ക്യാൻ ആസ്ക് ഫോർ ദ ഹെൽപ്പ്. മനസ്സിലായത്? കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ലെവൽ അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എക്സാക്ട്ലി. ഇനീഷ്യലി ദേ വോണ്ട് ടു നോ വാട്ട് ഇസ്. അവർക്ക് ആ ഒരു ഇപ്പം എന്താ പറയുക അവരുടെ ഇന്റേണൽ ഔട്ട്സൈഡ് ലിപ്പ് പോലെ അങ്ങനെ തന്നെ ഓർഗൻസ് ആണ് താഴെ ഉള്ളതെന്നും കൂടെ വൾവ വജൈന എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സേഫ്റ്റി നമുക്ക് ആ ഒരു എന്താ പറയുക റിലേഷൻ ഉണ്ടാക്കണം. മനസ്സിലായി? അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് അവർ മസാജ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതർവൈസ് യു ക്യാൻ ആസ്ക് ഫോർ ദ ഹെൽപ്പ്. അതായത് നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. വി ഹാവ് ടു ടെൽ ദം ബിഫോർ ദേ ഗെറ്റ് ഒരു പ്രശ്നം വരുമ്പോൾ ഓൾ ഓഫ് എ സഡൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വി ഹാവ് ടു പ്രിപ്പയർ ദം. മനസ്സിലായോ? പിന്നീട് അങ്ങോട്ട് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ചിട്ട് പിന്നീട് ലൈക്ക് വി ഹാവ് ടു അവരെ ഒരു എക്സ്റ്റെൻഡ് കൂട്ടിക്കൊണ്ടുവരണം. വാട്ട് ഇസ് സെക്സ് എന്നോ വാട്ട് ഇസ് പ്രൈവസി എന്നോ എന്താണ് ഇപ്പം ഡിജിറ്റലി ഉള്ള പ്രൈവസി കൂടി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സ്റ്റേജസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടും പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആവണം എന്ന് ഒരു നിർബന്ധം വേണം. ഇപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കുറേ തലമുറകളായിട്ട് നമുക്ക് കുറച്ച് കരിയേഴ്സേ ഉള്ളൂ അല്ലേ. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മളോട് പറയും ഒന്നില്ലേ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താല്പര്യം ഇല്ലെങ്കിലും നമ്മുടെ തലയിലേക്ക് ഇതങ്ങ് വെക്കും അല്ലേ. ഇതിപ്പം നമ്മൾ ഇനി അടുത്ത തലമുറയിലേക്കും അത് വരുത്താനുള്ള ഒരു നോട്ടം ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം? ബേസിക്കലി നമുക്കൊരു പ്രെജുഡിസ് ഉണ്ടാവും. എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യണം, ലൈക്ക് ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, മറ്റു കുട്ടികളെ പോലെ പ്രസംഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ബേസിക്കലി അങ്ങനെ ഒരു കഴിവുണ്ടാവണം. അങ്ങനത്തെ ഒരു ഫാമിലി ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ആ ഒരു ഫാമിലിയിൽ റൺ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണോ എന്നുള്ളൊരു കാര്യം. പിന്നെ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അതല്ലാണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വേറെ കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു പിയർ പ്രഷറിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികളെ ബേർഡൻ ചെയ്യുന്നതൊരു നമ്മളിങ്ങനെ എന്താ പറയുക കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തിനെ ടീച്ചിങ് ഫീൽഡിലുള്ള താല്പര്യമില്ല, അമ്മയും അച്ഛനും താല്പര്യം പറഞ്ഞിട്ട് ടീച്ചറായതാണ്. ഇപ്പം എങ്ങനെയെങ്കിലും പോവാണ്. അവർക്ക് തിങ്കളാഴ്ച ആയി കഴിഞ്ഞാൽ അയ്യോ ഞായറാഴ്ച ഇനി പോകണമല്ലോ എന്നുള്ള രീതിയിലാണ് പോവുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ആക്ച്വലി നമ്മൾ ഇപ്പം ജനറലി സ്പീക്കിംഗ് ഇപ്പം നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക ഒരു കാര്യത്തിനും എന്നുള്ളതാണ്. അവരായിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരും. ഓക്കെ ലൈക്ക് ഐ ഹാവ് ദിസ് കൈൻഡ് ഓഫ് കാലിബർ, ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ കുട്ടി നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, ലൈക്ക് ഒരു സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഷീ ഹാസ് എ കാലിബർ ഇൻ ദിസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനെ മാത്രം നമ്മൾ ഉത്തേജിപ്പിച്ചാൽ മതി. മനസ്സിലായി? അതല്ലാണ്ട് എൻ്റെ കുട്ടിക്ക് മാത്സിന് മാർക്ക് കുറവുണ്ട്, അത് ശരിയായില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എത്തിയില്ല, അല്ലെങ്കിൽ എൻ്റെ പിയർ ഗ്രൂപ്പിൻ്റെ ആ ഒരു പാറ്റേണിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അൺനെസസറി ആയിട്ട് അൺഡ്യൂ ആയിട്ട് കുട്ടിക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ലൈക്ക് വി ആർ ഫോളോയിങ് ദ പാറ്റേൺ. ആ ഒരു നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന എന്താണോ അതേ കാര്യം തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നമ്മുടെ പേരൻസ് ഇങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടൊരു സാധനത്തിലേക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കരിയർ
ചൂസ് ചെയ്യും. സോ ദേ ഗോണ കേഴ്സസ് ഫോർ എ ലൈഫ് ടൈം. മനസ്സിലായി? അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ കുട്ടികളാകുമ്പോൾ ദേ വിൽ ഷോ us the pattern like I have this caliber എന്നുള്ള. അപ്പോൾ അതിനെ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ഏത് പ്രായം മുതലാണ് നമ്മുടെ എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു പ്രായം ഏതാണ്? ആസ് ഏർലി ആസ് ഒരു 3 years മുതലേ അവരൊരു ഫീച്ചേഴ്സ് കാണിച്ചു തരും. ടിൽ ഒരു 7 years 8 years ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇങ്ങനെ ഉണ്ട്, ഒരു സ്കില്ലുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ റിസൾട്ട് ബെറ്റർ. ഓക്കെ. അപ്പം ഈ ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് ഇതിന് പറ്റിയത്. എക്സാക്ട്ലി. അതുപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ആസ് എ പീഡിയാട്രീഷ്യൻ ഐ ഓൾവേസ് കൺസേൺ അബൌട്ട് ദ 0 to 3 years. അപ്പോൾ ആ 0 to 3 years നമുക്ക് കൊടുക്കാവുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം ദ ഹോം. ആ എൻവയൺമെൻറ്റ് തന്നെ നല്ലൊരു ഗ്രേസിങ് ഫീൽഡ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ 3 years onwards വി ക്യാൻ ഗീവ് ദം ഓൾ ഓഫ് ദ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തു വെക്കാം. പിന്നെ അതിൽ കുട്ടി ഏറ്റവും നന്നായിട്ട് പിക്ക് ചെയ്യുന്ന ഇതാണോ അതിനനുസരിച്ച് നമുക്ക് കുട്ടീനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ വി ഗെറ്റ് ദ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്കം ആയിരിക്കും കുട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഓക്കെ. ഇനി ഇതൊന്നും അല്ലാത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഡോക്ടർ. പാമ്പർ ചെയ്യുന്നതിനാണോ കുറച്ച് നമ്മൾ ശാസിച്ച് വളർത്തുന്നതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? There should always be a balance. ഇതിലെല്ലാത്തിലും ബാലൻസ്. നമ്മുടെ ലൈഫിലാണെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുന്നത് പോലെ തന്നെ പേരൻറ്റിങ്ങിലും വി ഷുഡ് ഹാവ് എ ബാലൻസ്. നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് തന്നെ അത് പറഞ്ഞിട്ടാണ്. സോ ഇതിലെല്ലാത്തിലും നമ്മൾ കുറച്ചൊരു റെസ്പോൺസീവ് ആവുക, ഒരു ബാലൻസ് സെറ്റ് ചെയ്യുക, ലിമിറ്റ് സെറ്റ് ചെയ്യുക, ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് വേണം ചെറിയ ചെറിയ തീരുമാനങ്ങൾ ഉൾപ്പെടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാവുമ്പോൾ ദേ ഫെൽ ഒരു വാല്യൂഡാണ്, എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന്. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു കാര്യം, ഒരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ വന്നു, സോൾവ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് വാല്യൂഡ് അല്ലേ. അപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും we should ask them. ഇപ്പോൾ ഡ്രസ്സ് ഇടുന്ന കാര്യത്തിലാണെങ്കിൽ വി ക്യാൻ ആസ്ക് ദം. നല്ല 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് അതിന് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫീൽ വാല്യൂഡ് റൈറ്റ്. ആഫ്റ്റർ ഓൾ എൻ്റെ ചോയ്സാണ് അമ്മ എടുത്തെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഹാപ്പി അബൌട്ട് ഇറ്റ് റൈറ്റ്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 80s 90s കിഡ്സ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ളവർ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ടുള്ള ബാല്യകാലമാണ്. അവരാണ് ഇപ്പോഴത്തെ പാരൻസ്. അപ്പോൾ അവർ അങ്ങനത്തെ പലതും അനുഭവിച്ചതാണ്. ഇപ്പോൾ ഈ 2 പാരൻസും വർക്കിങ്ങുമാണ്. അപ്പോൾ അവർക്ക് ദാരിദ്ര്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ലായ്മ ഒന്നും കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ വളർത്തുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഇല്ലായ്മ ഇല്ലാതെ ഇങ്ങനെ ദൂരത്തിൽ വളർത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതല്ല, ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പം സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ്. അന്നത്തെ കാലത്ത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണം എന്നായിരുന്നു, എങ്ങനെയെങ്കിലും കുട്ടികളെ അപ്പോൾ പഠിപ്പിക്കണം എന്നായിരിക്കില്ല, എന്താ പറയുക, എല്ലാ ഡെയിലി ലിവിങ്ങിൽ ലൈക്ക് ഭക്ഷണം കിട്ടുക, ഒരു ഡ്രസ്സ് ഒരു കൊല്ലത്തിൽ ഒന്നും മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ എക്കണോമി ഈസ് ഡിഫറെൻറ്റ്. ആ കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലത്ത് അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വേൾഡ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്കുള്ള നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാതെ എൻ്റെ കാലത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലിവിങ് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ലിവിങ് കണ്ടീഷൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ടു പ്രിപ്പയർ ദം ഫോർ ദ ഫ്യൂച്ചർ റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ ഓഫ് പാരന്റിങ്. ചില കുട്ടികൾക്ക് പലതിലും നമുക്കൊരു വാല്യൂ കാണുന്നില്ല. അത് നമ്മളെന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് വേണം, മനസ്സിലായോ? അതിനെ കുട്ടി വാല്യൂ ചെയ്യണമെങ്കിൽ കുട്ടിക്ക് അത് ഓക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനൊക്കെ ഈ ടോക്കൺ എക്കണോമി ഭയങ്കര നല്ലതാണ്. ഇതിപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് പറയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടി ഐ ആം ഏർണിങ് ദാറ്റ് എന്നുള്ളൊരു സാധനം കുട്ടിക്ക് കിട്ടണം, മനസ്സിലായി? എന്നാൽ മാത്രമാണ്. അതല്ലാണ്ട് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ലോങ് ടേം, മനസ്സിലായി? അതല്ലാണ്ട് കുട്ടി ഓക്കെ ഞാൻ കുറേ ദിവസം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ എന്താ പറയുക, കാത്തിരിപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് കിട്ടണം. അല്ലാണ്ട് ഓൾ ഓഫ് എ സഡൻ ഇഫ് യു ഗോണ ബൈ എവറിത്തിങ് ദേ ആർ നോട്ട് ഗോണ വാല്യൂ ഈവൻ എനിത്തിങ്. ഇപ്പോൾ ഈ അടുത്തൊരു സ്റ്റഡി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ ടോയ്സ് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടോയ്സിനേക്കാളും അല്ലാത്ത ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടികൾ, ഇപ്പം അങ്ങനെ സ്ട്രക്ചറൊന്നും ഇല്ലാത്ത വുഡൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടികൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവുന്ന, മനസ്സിലായോ? അപ്പം അവർക്ക് ഇങ്ങനെ ബ്ലോക്സ് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ദേ വിൽ സ്ട്രക്ചർ ഇറ്റ്, മനസ്സിലായി? അതവർക്കൊരു പാറ്റേൺ ഇല്ല. അപ്പോൾ അവരുടെ ഡിസൈൻ എല്ലാം ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. അല്ലാണ്ട് നമ്മൾ സ്ട്രക്ചർ ആയിട്ടുള്ളൊരു സാധനം കൊടുത്തിട്ട് കറങ്ങുന്ന ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷീ ഈസ് ഡൂയിങ് ലൈക്ക് ഓക്കെ കറങ്ങുന്ന സാധനം പിരിച്ചാൽ കറങ്ങും, അത്രേ ഉള്ളൂ, മനസ്സിലായി? അതിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് കുട്ടി പഠിക്കുന്നില്ല. അപ്പോൾ ബിൽഡ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും കുട്ടിക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ബ്രെയിനിലെ ഒരു ഇതുണ്ടല്ലോ, ആ സ്റ്റിമുലസ് ബാക്കിയുള്ള ടോയ്സ് പോലും കിട്ടുന്നില്ല. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്. ലൈക്ക് ഡെവലപ്മെൻറ്റ് ടോയ്സ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതും കൺസിഡർ ചെയ്യണം. നമ്മുടെ വാല്യൂസ് സെറ്റ് ചെയ്യുക,
പിന്നെ എന്താ പറയുക എക്കണോമി, വീട്ടിലത്തെ എക്കണോമി ഡിസ്കസ് ചെയ്യുക. അതല്ലാണ്ട് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് വിടാനാണ് ഒരിക്കലും പറയില്ല. അതല്ലാണ്ട് ദേ ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫാമിലി. എല്ലാം അറിഞ്ഞ് കണ്ട് ഒരു പാറ്റേണിൽ നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് കുട്ടി അതിനനുസരിച്ചിട്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും ഡോക്ടർ, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇൻ്റലിജൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും അവർക്ക്, ഞാൻ പറഞ്ഞില്ല ഇപ്പം തുടങ്ങിയപ്പം തന്നെ ഞാൻ പറഞ്ഞു, ദേ ക്യാൻ ബി ഹാവിങ് സിംഗിൾ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഓർ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. ഇപ്പം ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അതിനകത്ത് കണ്ടുപിടിച്ചാണ് ബേബീസ് ആർ ബോൺ വിത്ത് ഇൻ്റലിജൻസ്. മനസ്സിലായി? അപ്പം ഒരു സിംഗിൾ ടൈപ്പ് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ നന്നായിട്ട് സംസാരിക്കും, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ചില കുട്ടികൾക്ക് ഇങ്ങനെ മ്യൂസിക്കലായിട്ടുള്ളതും ഡാൻസ് അങ്ങനെ മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടാവാം. ചില കുട്ടികൾക്ക് ഇങ്ങനെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ ദേ ആർ ബോൺ വിത്ത് ഇൻ്റലിജൻസ്. അപ്പോൾ അത് ടൈംലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദ വൺ ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ദ ബ്രെയിൻ ഇസ് ദാറ്റ് നമ്മളത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയ നല്ല ഡൊമിനൻ്റ് ആണ്, അതിനെ നല്ലപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ബ്രെയിൻ ഓൾവേസ് തിങ്ക് ലൈക്ക് ഓക്കെ ദിസ് ഇസ് അൺനെസസറി, ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നാൽ തന്നെ പോയി പോകും. അതിനെ വി കോൾ ഇറ്റ് എസ് പ്രൂണിങ്. മനസ്സിലായത്? ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതങ്ങ് പോയി പോകും. അപ്പം ശരിക്കും ആക്ച്വലി ആ കുട്ടിക്ക് എല്ലാ ഭാഗത്തിൽ നല്ല ഇന്റലിജൻസ് ഉണ്ടാവും, അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഐ ഡോണ്ട് സേ എല്ലാ ഭാഗത്തും അല്ല, ദെയർ ക്യാൻ ബി ഡൊമിനന്റ് ഏരിയാസ്. ഒരു കുട്ടിക്ക് ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഏരിയാസ് ഉണ്ടാവാം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീൻ ടൈമിനെ കുറിച്ചിട്ടാണ് കുറേ പറയുന്നത്. അപ്പോൾ സ്ക്രീൻ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഹോം സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത് ആണോ ബെറ്റർ, അതോ നമ്മൾ ദൂരെ പോയിട്ട് സ്കൂളിൽ പോയി പഠിക്കുന്നതാണ്, ഏതാണ് നല്ലത്? പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു, ഒരു സ്ഥലത്ത് പോവുക എന്നിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് ദ തിങ്സ് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പം നമുക്ക് ടെക്നോളജി ഉണ്ട്, കുറച്ചുകൂടെ ഫീസിബിൾ ആയിട്ട് ആക്സസിബിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലൈക്ക് വി ഹാവ് ടു ഗോ സംവെയർ ആൻഡ് വി ഹാവ് ടു ലേൺ എ സ്കിൽ. അങ്ങനെയില്ല, നമുക്ക് നമ്മുടെ കംഫർട്ട് സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാവുന്ന സോഴ്സസ് ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു പരിമിതികൾ ഉള്ളിക്കൊണ്ട്. ബിക്കോസ് നമുക്കിപ്പോൾ പോയി കൊണ്ടേ വിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് ചൂസ് ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹോം സ്കൂളിംഗ് ഈസ് എൻറ്റയർലി ഒരു എന്താ പറയുക ഒരു വാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടെ ഉണ്ട് അതിൽ. ബിക്കോസ് നമ്മൾ അതിലൊരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, 3ാം ക്ലാസ്സിലെ കുട്ടി ഇത്രയുമാണ് പഠിക്കേണ്ടത്, ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണെന്നുള്ളൊരു കൺസ്ട്രിക്ഷൻസ് അവിടെ ഹോം സ്കൂളിംഗ് കുട്ടിക്കില്ല. മനസ്സിലായോ? സോ അത് ഇപ്പം നമുക്ക് ഫാമിലിയിൽ നമുക്ക് ഓക്കെ ആണ്, ലൈക്ക് ഒരു പേരൻറ്റ് ഹാസ് ടു ഓൾവേസ് ബീൻ ദെയർ, ഷുഡ് ബി ദെയർ, റൈറ്റ്? അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഹോം സ്കൂളിംഗ് ആസ് വെൽ. അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു 3 years ഉള്ള കുട്ടിക്ക് നമ്മളൊരു എന്താ പറയുക ഒരു പ്രൊജക്റ്റ് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. സോ യു ലേൺ അബൌട്ട് ദിസ് തിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനിങ്ങനെ സോഴ്സസ് കൊടുക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ നമുക്ക് AIs ഉപയോഗിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ഈസ് വാസ്റ്റ്. മനസ്സിലായി? അപ്പോൾ ബാക്കിയുള്ള ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ആയിരിക്കും സോഴ്സ് അല്ലേ. ഇതിൽ ദർ ഈസ് അൺലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അൺഇമാജിനബിൾ ആണ് അതിൻ്റെ ഒരു ഡെപ്ത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും സ്ക്രീൻ നമ്മൾ വൈസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. സ്ക്രീൻ ഷുഡ് ഓൾവേസ് ബി ദെയർ. ആ ഒരു ലൂപ്പിൽ നിന്നുകൊണ്ട് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ കുട്ടികളെ വല്ലാതെ പാമ്പർ ചെയ്യുകയും ചെയ്യാൻ പാടില്ല, എന്നാൽ ശിക്ഷിക്കാനും പാടില്ല. ഇങ്ങനെ മിതമായിട്ട് കൊണ്ടുപോവുക, അവരുടെ ടാലൻറ്റ് ആ ഒരു കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് അവരെ നേരായ രീതിയിൽ ഗൈഡ് ചെയ്തിട്ട് നല്ല ഒരു പാരൻസ് ആവുക അല്ലേ? എക്സാക്ട്ലി. അത് നല്ല പേരൻസ് ആവുക, നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ളൊരു കുട്ടിയാക്കുക, നല്ലൊരു സൊസൈറ്റി, നല്ലൊരു കമ്മ്യൂണിറ്റി. ഇതെല്ലാം നമ്മൾ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ഹോം അല്ലേ? അപ്പോൾ നല്ല വീട് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹം തന്നെ നന്നാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പാരൻസ്, അതുപോലെ തന്നെ പാരൻസിനോട് നല്ല സ്നേഹമുള്ള മക്കളും അതുപോലെ മക്കളോട് നല്ല സ്നേഹമുള്ള അച്ഛനും ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സംസാരിച്ച് തീരില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാനുണ്ട്. നമുക്ക് മറ്റൊരു ദിവസത്തിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.